ഓൺലൈൻ പ്രസ് ക്ലബ് പത്രസമ്മേളനത്തിൽ നിന്ന് തൃശൂരിന്റെ ജനപക്ഷ ചാനൽ KVC ന്യൂസ് തൃശൂർ. ഓസ്കാർ ഈവൻസിനെ ഒതുക്കുന്നത് എന്തിനു വേണ്ടി, ആർക്കുവേണ്ടി? തൃശൂരിൽ വിവാദം ശക്തം. ഞാൻ ആശാ മനോജ്. ആലപ്പുഴയിൽ ഓഗസ്റ്റ് 22 നടക്കാനിരിക്കുന്ന നെഹ്റു വള്ളംകളി മത്സരത്തിന്റെ ഈവന്റ് മാനേജ്മെന്റ് കരാറുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം. തങ്ങൾക്കെതിരെ ബോധപൂർവമായ വ്യാജ പ്രചാരണം നടക്കുന്നുവെന്നാണ് തൃശൂരിലെ ഓസ്കാർ ഈവന്റ്സ് മാനേജ്മെന്റിന്റെ ആരോപണം. തൃശൂർ ഓൺലൈൻ പ്രസ് ക്ലബ് വാർത്താ സമ്മേളനത്തിൽ CEO ജനീഷ് PS പറഞ്ഞത്, കളക്ടർ ഷാജി V നായർ, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന ആഘോഷ കമ്മിറ്റി യോഗത്തിൽ കൊട്ടേഷൻ നടപടികളുടെ ഭാഗമായി ഓസ്കാർ ഈവന്റ്സിനെ ചർച്ചയ്ക്കായി ക്ഷണിച്ചിരുന്നുവെന്നാണ്. നിരവധി കമ്പനികൾ പങ്കെടുത്ത മത്സരത്തിൽ മികച്ച പ്രസന്റേഷൻ നടത്തിയ ഓസ്കാറും മറ്റൊരു കമ്പനിയുമാണ് അന്തിമഘട്ടത്തിലേക്ക് എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ യോഗത്തിൽ പങ്കെടുത്ത മറ്റൊരു കമ്പനി കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ MLA ഉമാ തോമസിന് സംഭവിച്ച അപകടത്തിന്റെ ഉത്തരവാദിത്തം ഓസ്കാർ ഈവന്റ്സിനാണെന്ന് ആരോപിച്ച് വാക്കുതർക്കം സൃഷ്ടിച്ചെന്നും തുടർന്ന് ആഘോഷ കമ്മിറ്റി അവരെ യോഗത്തിൽ നിന്ന് പുറത്താക്കിയെന്നും ജനീഷ് ആരോപിച്ചു. ഇതിന് പിന്നാലെയാണ് ഓസ്കാർ ഈവന്റ്സിനെതിരെ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചതെന്നും സ്ഥാപനം കരാറിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം പ്രചാരണമെന്നും അദ്ദേഹം പറഞ്ഞു. മനഃപൂർവ്വം സ്ഥാപനത്തെ ലക്ഷ്യമിടുന്നത് 40ഓളം കുടുംബങ്ങളുടെ ജീവനോപാധിയെ ബാധിക്കുന്നതാണെന്നും ഒരു ഈവന്റ് കമ്പനിയുടെ ചുമതല സംഘാടകർ നിർദ്ദേശിക്കുന്ന അനുമതികൾ ഉറപ്പാക്കി പരിപാടിയുടെ വിജയകരമായി നടത്തിക്കൊണ്ടു പോകുക മാത്രമാണെന്നും ജനീഷ് വ്യക്തമാക്കി. ഉമാ തോമസിന് സംഭവിച്ച അപകടം ദൗർഭാഗ്യകരമാണെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വെറുപ്പോ വൈരാഗ്യമോ ഇല്ലെന്നും ബിസിനസ്സിൽ തുടരുന്ന അകറ്റി നിർത്തൽ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ നിരഞ്ജനും പങ്കെടുത്തു. KVC ന്യൂസ് തൃശൂർ. ഇങ്ങനൊരു ഓൺലൈൻ മീഡിയയുടെ ഒരു പ്രസ് മീറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി, പ്രസ് ക്ലബ് എന്ന് പറയുന്ന പരിപാടി ഞാൻ റസാഖ എനിക്ക് ഗ്രൂപ്പിൽ അയച്ചപ്പോഴാണ് ഞാനത് കണ്ടത്. വളരെ സന്തോഷമുണ്ട്. ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങളെ കൊണ്ടുവരാൻ ഒരു നല്ല വേദിയാണ്. കാരണം മുഖ്യധാര ഇവരൊക്കെ പ്രശ്നിച്ചാൽ നല്ലൊരു പരസ്യം കിട്ടിയാൽ മാത്രമാണ് അവർ കാര്യമായി ഗൗരവിക്കുള്ളൂ. പക്ഷെ ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കാനും സാധാരണക്കാർക്ക് ഇതിൽ പത്രസമ്മേളനം നടത്താനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൽ ഒരുപാട് നന്ദി. എന്തായാലും ഇങ്ങനത്തെ ഒരു വേദിയിലേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ പോലത്തെ ഒരു ഹോട്ടലിലേക്ക് ഞങ്ങൾക്ക് ഇവിടെ ഇത് ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞാലും ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ക്യാമറ റെഡി ആണെങ്കിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ സാഹചര്യം, കഴിഞ്ഞ ദിവസം നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ടെൻഡർ ക്ഷണിക്കുകയുണ്ടായി. ആ ടെൻഡറിൽ ഞങ്ങള് കുറച്ച് കമ്പനികളെ ഒരു ടെൻഡറിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള 2 കമ്പനികളെ അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു. ആ ക്ഷണിച്ചതിന്റെ ഭാഗമായി ഞങ്ങൾ അവിടെ പോയി പ്രസന്റേഷൻ കൊടുത്തു. പ്രസന്റേഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വേറൊരു കമ്പനി ഇതുപോലെ തന്നെ ഇവൻ കമ്പനി വന്നിരുന്നു. അവര് അതിന്റെ ഈ മീറ്റിംഗിന്റെ ഇടയിൽ ഉണ്ടായ ഒരു തർക്കത്തിന്റെ ഭാഗമായി കളക്ടർ അവരെ പുറത്താക്കി. അവിടെ ഇത് അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങളുണ്ട്, അവർ പുറത്താക്കിയതിന് പുറത്ത് ഞങ്ങൾ പ്രസന്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നു. പിറ്റേ ദിവസം കാലത്ത് പല ചാനലുകളിലും വന്ന ഒരു വിഷയമാണ്, വിവാദമായ കമ്പനിയാണ് ഈ ടെൻഡറിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. വിവാദമായ കമ്പനി എന്ന് പറയുന്നത് ഉമാ തോമസ് മേഡം ഒരു പരിപാടിയിൽ സ്റ്റേജിൽ വന്ന് വീണു എന്ന് പറയുന്ന ഒരു വിഷയം തന്നെയാണ്. എല്ലാവരും കണ്ടതാണ്. അന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ അവരോട് പറയാൻ ശ്രമിച്ചില്ല. കാരണം എന്താ വെച്ചാൽ അന്ന് അത്രയും ഒരു കോൺട്രവേഴ്സിയിൽ നിൽക്കുന്ന ഒരു കാര്യത്തിൽ നമ്മളെ ന്യായീകരിക്കാൻ വേണ്ടി വന്ന് പറയുന്നതല്ലല്ലോ അതിന് ശരി. അതിന്റെ ഒരു ഫാക്ട് നിങ്ങളോടത്ത് പറയണം എന്നുള്ളത് നമ്മൾ അന്നും ആഗ്രഹിച്ചിരുന്നു. വിശദീകരിക്കാനുണ്ടായ കാരണം ഉണ്ടായ ഇൻസിഡന്റ് ഇതാണ്. ഇതിലേക്ക് ആവശ്യമായ എല്ലാവിധ സർട്ടിഫിക്കേഷനുകളും എന്ന് പറഞ്ഞാൽ സ്റ്റേജിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ, ഫയർഫോഴ്സ്, ആംബുലൻസ്, അതുപോലെ തന്നെ പോലീസിന് ഫീസ് അടച്ചിട്ടുള്ള പോലീസ് സെക്യൂരിറ്റി, ഇതിനാവശ്യമായിട്ട് എന്തൊക്കെ പെർമിഷൻ ആവശ്യമുണ്ടോ 2 കോടി രൂപയുടെ ഇൻഷുറൻസ് അടക്കം ഞങ്ങൾ എല്ലാം ഇതിൽ ഫുൾഫിൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി ഇവന്റ് മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യണം. ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇപ്പോ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്.
എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേജ് അവർ വന്ന് ഇത്രയും VIP ഇരിക്കുന്ന ഒരു സ്റ്റേജ് ഇതിന് ആപ്റ്റ് അല്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. അവർക്ക് ആരും കയ്യിൽ ഉത്തരവാദിത്തമില്ല അങ്ങനെയാണെങ്കിൽ. അപ്പൊ ഇതിലും ആരെങ്കിലും മേലെ പഠിച്ചാരും വെക്കുക, അവർ മാത്രം റെസ്പോൺസിബിൾ ആവുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവരൊക്കെ ട്രെയിനാണ് ഇതിൽ ഏതെങ്കിലും ഒരാളുടെ പേരിലാക്കി അവസാനിപ്പിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അതുണ്ടായിട്ടുണ്ടാവാം. നമുക്ക് മനസ്സിലാവും ഏത് കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു 2-3 പേരുടെ പേരിൽ നടപടിയെടുത്ത് അവസാനിപ്പിക്കാം. പക്ഷെ അത് വീണ്ടും വീണ്ടും നമ്മളൊരു പ്രസ്ഥാനത്തിലേക്ക് വീണ്ടും തന്നെ ഒരു കാരണമാക്കി കൊണ്ടുവരാൻ തുടങ്ങിയാൽ നമ്മൾ ഇവിടെ ഈ പ്രസ്ഥാനം കൊണ്ടുനടക്കുന്ന എല്ലാവിധ ഗവൺമെന്റ് പറയുന്ന എല്ലാവിധ ഇതുകളും വെച്ചുകൊണ്ടാണ് ടാക്സ് അടയ്ക്കുന്നുണ്ട്, ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട്, GST ഉണ്ട്, ലൈസൻസിന്റെ എല്ലാവിധ സംവിധാനം വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന 40-ഓളം പേര് വരുന്ന ഞങ്ങളുടെ സ്റ്റാഫുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിലെത്രയോ കൂടുതൽ ഫാമിലി ഞങ്ങളുമായി വർക്ക് ചെയ്യുന്ന റെഗുലർലി വെൻഡേഴ്സ് എന്തോരം പേരും. അപ്പോ ഇതൊക്കെ നിൽക്കുമ്പോ ഇങ്ങനെ അനാവശ്യമായി ഞങ്ങൾ ഈ കരിമ്പട്ടിയിൽപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വിവാദമായ കമ്പനി എന്നൊക്കെ പറഞ്ഞ് സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ കമ്പനിക്ക് വരുന്ന ഒരു ഡാമേജ് വലുതാണ്. ഇതിൽ തന്നെ പറഞ്ഞു കേട്ടു, രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു VIP വരുന്ന ഒരു ഫംഗ്ഷനിൽ ഞങ്ങളെ പോലുള്ള ആളുകളുടെ ഇൻഎഫിഷ്യൻസിയാണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് തൃശ്ശൂർ രാഹുൽ ഗാന്ധി വന്നപ്പോൾ, മാളയിൽ വന്നപ്പോൾ ഐക്യവേണ്ടി ഞങ്ങൾ തന്നെയാണല്ലോ ചെയ്തത്. അന്നില്ലാത്ത തർക്കം എന്തുകൊണ്ടാണ് ഇന്ന് വന്നത്? അപ്പൊ ചില താല്പര്യക്കാരുടെ ചില ആളുകളുടെ താല്പര്യം മാത്രമാണ് ഇന്നത്തെ കോൺട്രവേഴ്സി. അപ്പോ അതില് എന്താ പറയാ, ഞങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യണം, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം. എന്തായാലും ഞങ്ങൾ ഈ ടാക്സ് പ്രൊസീഡിങ്സ് ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നത് ഞങ്ങൾ മീഡിയയിൽ വായിച്ചു, ഞങ്ങൾ കണ്ടു. അതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് ഗവൺമെന്റ് ആണ്, ഇഷ്ടമുള്ളവർക്ക് കൊടുക്കട്ടെ, കാര്യം ചെയ്തോട്ടെ. ഇനി 30 വീണ്ടും ഈ ടെൻഡർ വെച്ചിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾ ടെൻഡറിൽ പങ്കെടുക്കും. അന്നും ഞങ്ങൾ പുറത്തേക്ക് പോകണം, ഞങ്ങൾക്ക് വിരോധമില്ല. പുറത്താക്കുമ്പോൾ അതിന് കാരണം ഇത് തന്നെയാണല്ലോ. ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾക്ക് കോടതിയെ സമീപിക്കേണ്ടി വരും. ഓൾറെഡി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കോടതിയിൽ വന്ന ഈ വിഷയത്തിൽ ഞങ്ങൾ കോടതിയെ അപ്രോച്ച് ചെയ്തതാണ്, അപ്പീൽ കൊടുത്തതാണ്. കോടതി ഇപ്പൊ ഈ കേസ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. തുടർ നടപടികളെല്ലാം സ്റ്റേ ചെയ്തു. ആ സിറ്റുവേഷൻ പിന്നീട് മുന്നോട്ട് പോയിട്ടില്ല. ആ സിറ്റുവേഷനിലാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ വിവാദ കമ്പനിയാണെന്നും കരിമ്പട്ടിയിൽപ്പെട്ട കമ്പനിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വാർത്തകൾ കൊടുക്കുന്ന കമ്പനിക്കെതിരെ ഡിഫർമേഷൻ ഞങ്ങൾ ഫയൽ ചെയ്യാൻ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ ലീഗലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ ബാക്കിയുള്ള കാര്യങ്ങൾ വക്കീലുമായി സംസാരിച്ചിട്ട് നമ്മളതിന്റെ നടപടികളിലേക്ക് കിടക്കും. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതുണ്ടെങ്കിൽ എനിക്ക് പറയാൻ കഴിയും. ഇത് റിജക്ട് ചെയ്തിട്ടില്ല. റിജക്ട് ചെയ്യാന്ന് അവർ ടെൻഡർ ക്യാൻസൽ ചെയ്തോ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് ഈ കമ്പനി ഇപ്പൊ ഇന്നും മറ്റേ കമ്മിറ്റിയെ അറിയിച്ചു, ഇവർക്കാണോ ഇത് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും സഹകരിക്കില്ല, ഞാൻ പ്രത്യക്ഷത്തിൽ പ്രതിഷേധിക്കുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞതായിട്ട് കേട്ടത്. അപ്പോ അങ്ങനത്തെ പ്രശ്നത്തിന്റെ പുറത്തായിരിക്കും അത് നിരോധിച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്കിപ്പോ ഒഫീഷ്യലി ഇതിന്റെ കാരണം കൊണ്ടാണ് നിരോധിച്ചതെന്ന് ഞങ്ങൾക്ക് ലെറ്റർ തന്നിട്ടില്ല. ഇത് ഫൈനൽ നെഗോസിയേഷൻ കഴിഞ്ഞിട്ടാണ് ടെൻഡർ അപ്രൂവൽ വേണ്ടത്. എന്തായാലും ഇനി ഏകദേശം ഒരു 5-6 ദിവസം കൂടി അതിന് വേണ്ടി ഡിലേ ഉണ്ട്.